ഇ.പി. ജയരാജനെ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സിപിഐ സംസ്ഥാന കൗൺസിലിൽ ആവശ്യം. പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ജയരാജനെ നീക്കാൻ സിപിഐഎം തയ്യാറായില്ലെങ്കിൽ പാർട്ടി പ്രതിനിധികൾ മുന്നണി യോഗത്തിൽ പോകുന്നതിൽ അർത്ഥമില്ലെന്ന് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവും സെന്ററും പുനഃസംഘടിപ്പിക്കണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു. ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ ഇ.പി. ജയരാജന് ഇടതുമുന്നണിയുടെ കൺവീനറായിരിക്കാൻ ഒരു യോഗ്യതയുമില്ല എന്നതാണ് സിപിഐ സംസ്ഥാന കൗൺസിലിലെ പൊതുവികാരം. ജാവ്ദേക്കർ കൂടിക്കാഴ്ചയ്ക്ക് വോട്ടെടുപ്പ് ദിവസം സ്ഥിരീകരണം നൽകിയത് ജയരാജന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയാണെന്നും സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു. ജയരാജനെ കൺവീനർ സ്ഥാനത്ത് മാറ്റാൻ സിപിഐഎം തയ്യാറാകുന്നില്ലെങ്കിൽ മുന്നണി യോഗത്തിൽ പോകുന്നതിൽ അർത്ഥമില്ലെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനെതിരെയും കൗൺസിൽ ശക്തമായ വിമർശനമുയർന്നു. തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ പോലും വീഴ്ച വരുത്തിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് പുനഃസംഘടിപ്പിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെന്ററും തികഞ്ഞ പരാജയമാണ്. സെന്ററിലും അഴിച്ചുപണി വേണം. മന്ത്രിമാരെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റണം. മന്ത്രിയായതിനു പിന്നാലെ വി.എസ്. സുനിൽകുമാറിനെ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കിയവരാണ് നേതൃത്വം. ആ മാനദണ്ഡം എന്തുകൊണ്ട് ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് ബാധകമാകുന്നില്ല എന്നായിരുന്നു സംസ്ഥാന കൗൺസിൽ ഉയർന്ന ചോദ്യം. മന്ത്രിമാരുടെ പ്രവർത്തനത്തെപ്പറ്റിയും ആക്ഷേപങ്ങളുണ്ടായി. പാർട്ടി മന്ത്രിമാർക്ക് വകുപ്പിന്റെ പേരെങ്കിലും അറിയാമല്ലോ എന്നതായിരുന്നു ഒരു പരിഹാസം. നവകേരള സദസ്സിന്റെ ബസ്സിൽ കയറി പോയാലെന്താ, ടി.എ വാങ്ങാനായല്ലോ എന്നും പരിഹസിക്കപ്പെട്ടു. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ടാണ് നേതൃത്വം സംസ്ഥാന കൗൺസിൽ അവതരിപ്പിച്ചതെങ്കിലും അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണക്കിന് വിമർശിച്ചു. പാർട്ടിയും മുന്നണിയും ഭരണവുമെല്ലാം ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചുള്ള പ്രധാന വിമർശനം. റിപ്പോർട്ടർ ആർ. ശ്രീജിത്തിന്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.